ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്. ചേട്ടൻ ജോലിക്ക് പോയതിന് ശേഷം ഞങ്ങളിന്നൊരു യാത്ര പോവാണ് കേട്ടോ, ഫ്രണ്ട്സുമൊക്കെ ആയിട്ട്. ഇന്ന് ചേട്ടൻ നേരത്തെയാണ് ജോലിക്ക് പോയത് കേട്ടോ, ഒത്തിരി നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട് നേരത്തെ പോകുന്നുണ്ട്. അപ്പോൾ കാപ്പിയും ചോറും ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ, അതൊക്കെ അടുത്തായിട്ട് വന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ടുള്ളതെല്ലാം ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞാനും എബിയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഡയറ്റ് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഗോതമ്പ് ദോശയും കടലക്കറിയും സാമ്പാറൊക്കെ കൂട്ടി ഞാനും രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഞാനും എബി അശ്വിനിയും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ മാത്രമല്ല പോകുന്നത് കേട്ടോ. ഞാനും ബീന, സ്നേഹ, ആദു, അശ്വിനി, എബി, ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. ഈസ്റ്റ് ഫോർട്ട് വരെ ഞങ്ങൾ സെപ്പറേറ്റാണ് ഇരുന്നതെങ്കിൽ, അതായത് ഞാനും എബി ഇരുന്നതെങ്കിലും അവിടെ നിന്ന് വെട്ടുകാട് വരെ ഞങ്ങൾ ഒരിടത്തായിരുന്നു ഇരുന്നത് കേട്ടോ. അടുത്ത് തന്നെ ഇരിക്കാനായിട്ട് സ്ഥലവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വെട്ടുകാട് എത്തിയതിന് ശേഷം അവിടെ നിന്ന് തന്നെ നേർച്ചയ്ക്കായുള്ള മെഴുകുതിരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നടന്നു വരുന്ന ആ ബാക്കിലത്തെ ആ വശത്തു കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അതുവഴി അവിടെ കഴുകുന്നത് കൊണ്ട് അതുവഴി ഞങ്ങൾ ബാക്കിൽ കൂടെയാണ് കയറുന്നത്. എബിയുടെ അടുത്ത് മെഴുകുതിരി വെക്കാൻ വന്നപ്പോൾ അവൻ പെട്ടെന്ന് കൊണ്ട് തീരെ പുറത്തുകൂടെ വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ചൂടടിച്ചു കേട്ടോ. അതങ്ങനെ കാണിച്ചത്. സൈഡിൽ കൂടെ വെക്കാൻ പറഞ്ഞാണ് അവൻ പെട്ടെന്ന് കൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് അവർ തീ ഇങ്ങനെ ആടിക്കൊടുത്തു കേട്ടോ. അതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ബാക്കിലോട്ടാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരുന്നത് കേട്ടോ. ഫ്രണ്ടിലിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം, ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ പള്ളിക്കകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് നേർച്ചയും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ. അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഓരോ ഐസ്ക്രീം കുടിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് പള്ളിയുടെ സൈഡിൽ തന്നെ കുറേ നേരം വരെ നിന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ പിള്ളേരെ കൊണ്ട് ഇതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ പ്രാവശ്യം അങ്ങനെ ജൂൺ ഇറങ്ങിയത്. അടുത്ത മാസം ഇതുപോലെ പോകാൻ പറ്റണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം പിള്ളേർക്കാണെങ്കിൽ പോലും മാസത്തിൽ ഒരിക്കലെങ്കിൽ നമ്മളിതുപോലെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർക്കും ഒരു സന്തോഷമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നതൊക്കെ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ നമ്മളുമായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പുറത്തങ്ങനെ അധികം കറങ്ങി നടക്കുന്നതും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ചേട്ടൻ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുന്നതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സും ഒക്കെ പറയുന്ന സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് 2-3 നേർച്ചയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ അതിൻ്റെ നേർച്ചയും കൂടെ നേർന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പ്രാർത്ഥനയും കാര്യങ്ങൾ നടന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ചുന്ന സമയത്താണ് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നതിന് തൊട്ട് കുറേ മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകാറായ സമയത്താണ് ഇങ്ങോട്ട് വന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ മനോരമക്കാർ നടത്തുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് അവർ വന്നതാണ്. അങ്ങനെ ഇത് കഴിയാറായ സമയത്ത് നമ്മളെക്കൊണ്ട് ഒരു കൂപ്പണൊക്കെ എഴുതിപ്പിച്ച് വാങ്ങിച്ചു കേട്ടോ. എന്തോ നറുക്കെടുപ്പാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എബി ആദും കൂടെ അകത്ത് കയറി ഇതുപോലെ ഫുട്ബോൾ തട്ടുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കും ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആദ്യം ക്യാഷ് അടച്ചാണ് കയറേണ്ടതെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഫ്രീ ആയിട്ട് തന്നെ കയറി സമ്മാനമുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബാലരാമയാണ് സമ്മാനം. അങ്ങനെ അപ്പോൾ ആദു എബി ആയതുകൊണ്ട് തന്നെ 2 പേർക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഓരോന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഗോൾ എബി, 1 ഗോള് ആദു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ആ ഒരെണ്ണം അടിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡിലോട്ട് കയറിയ സമയത്ത് ഭയങ്കരമായിട്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നിന്നിട്ട് പാനിപ്പൂരിയും ചോളവും ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ നമ്മൾ ഐസ്ക്രീം കുടിച്ചതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഐസ്ക്രീം കുടിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒരുമാതിരി ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും, ഒട്ടും കൊള്ളത്തില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല മധുരം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ്സിലോട്ട് കയറി നമ്മൾ നേരെ സിറ്റിയിലോട്ട് വരാനായിട്ട് നിന്നു കേട്ടോ. എല്ലാവർക്കും നല്ലതുപോലെ വിശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മന്തി കഴിക്കണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ ഞാനൊരു നല്ലൊരു സ്പോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഹാഫ് ചിക്കൻ മന്തിയും ഹാഫ് ബീഫ് മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കടയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. മുമ്പൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പോയി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബീഫ് മന്തിയും സൂപ്പറായിരുന്നു, ചിക്കൻ മന്തിയും സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പോഴത് കാണുമ്പോൾ ഒന്നും കൂടെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
ഈ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലിന് ഓപ്പോസിറ്റാണ് കേട്ടോ. അവിടെയാണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫുൾ മന്തിയൊക്കെ ഫുള്ളല്ല രണ്ടും കൂടെ ആകുമ്പോൾ ഫുള്ളെന്ന് പറയാം, ഒരെണ്ണം ഹാഫായിട്ടില്ല വാങ്ങി. അപ്പോൾ അവിടെ നിന്ന് കണ്ട ഓപ്പോസിറ്റാണ് കേട്ടോ, ഇത് ജയിലാണ്, ജയിലിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ അരുണയുടെ പാർലറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹ തലമുടി ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരെനിക്ക് മറന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നതാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബീനയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു, ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് അട്ടക്കുളങ്ങര തന്നെ രാമചന്ദ്രയിൽ പോയിട്ടാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അതാ സ്നേഹയുടെ തലമുടി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കടയിൽ കയറിയല്ലോ, രാമചന്ദ്രയിൽ കയറിയ സമയത്ത് ആദ്യവും എബി അവിടെ കിടന്ന് ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവരെ പിടിക്കാൻ തന്നെ നമ്മൾ 4 പേരും കൂടെ അതിന് വേണ്ടി ഓടി നടപ്പായിരുന്നു. എബിയെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് നിർത്തിയെങ്കിലും അത് ആദൂന് നിൽക്കാൻ പറ്റില്ല, അവൻ ഇവിടെ കിടന്ന് ഓടിക്കളിക്കണം, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഇത്തിരി പേടിയുണ്ട് കേട്ടോ അവന്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ച് മര്യാദയ്ക്ക് നിർത്തി. കുറേ നേരം വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത്തിരി പേടിയാണ് അവന്, പേടിയാണ് സ്നേഹമാണ് കേട്ടോ. ഭയങ്കര രണ്ടും കൂടെ കലർന്നാണ് എൻ്റെ അടുത്ത് അവന്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് അതിലൊന്നാണ് സെലക്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ പിന്നീട് ഞങ്ങൾ നേരെ പോയത് പഴയ രാമചന്ദ്രയാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഷാർജ കുടിക്കാൻ വരുന്നൊരു ഷോപ്പ് ഇവിടെയാണ് കേട്ടോ. ഇത് എബിക്കുള്ള ഷോപ്പല്ല, ഷാർജയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നത് അത് സ്നേഹയ്ക്കുള്ളതാണ്, ബീനയ്ക്കുള്ളതാണ്, ആപ്പിളിൻ്റെ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വാങ്ങിയാലും ഞങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേര്, അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും പല ഫ്ലേവറിലുള്ളത് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ പല ഫ്ലേവറിലുള്ളത് വാങ്ങിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിന്ന് ഷെയർ ചെയ്ത് കഴിക്കാം. എല്ലാ ഫ്ലേവറും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫ്ലേവറിലെയും ഷാർജ കുടിച്ചിട്ടുണ്ട്, ഷാർജ ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളെല്ലാവരും എല്ലാം ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നീട് പപ്സും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് ഇത് ഷാർജയും കുടിച്ച് പിന്നെ ഒരു പപ്സ് കൂടെ കഴിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പിന്നെ അശ്വിനി ഒരു ചായയാണ് കേട്ടോ വാങ്ങിച്ചത്. അവൾക്ക് എന്തോ തലവേദനയൊക്കെ എടുത്തതുകൊണ്ട് തന്നെ അവളൊരു ചായയാണ് വാങ്ങിച്ചു കുടിച്ചത്. ഞങ്ങളുടെ നിന്നൊക്കെ ഷെയർ ചെയ്തിട്ട് പോലും ഷാർജയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കൂടുതലായിട്ട് അവൾ കുടിച്ചത് ചായയായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത്. നടന്ന് അവിടെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ അവൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു കുളം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ നേരം വരെ മീൻ നോക്കി നിന്ന് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിള്ളേർക്ക് 2 പേർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് നമ്മളിന്ന് മൊത്തം അവരെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 2 പേർക്ക് നമ്മൾ കുറച്ച് സ്ഥലങ്ങളെ പോയേ ഉള്ളൂ എങ്കിൽ പോലും 2 പേരും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞത് ഇതുപോലെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലെങ്കിൽ പിള്ളേരെയും കൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം നമ്മൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. നമ്മളെ ഇങ്ങനെയൊന്നും കുഞ്ഞിലേ പോയിട്ടില്ല, ഇവർക്കെങ്കിലും ഇങ്ങനെ പോകാനായിട്ടൊരു ഭാഗ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയും കൊണ്ട് ഇനി ഇതുപോലെയൊക്കെ എന്തെങ്കിലും സന്ദർഭമുള്ള സമയത്ത് പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾ നന്നായിട്ട് ആഗ്രഹം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത മാസത്തിലും ഇതുപോലെ പോകാൻ പറ്റണേന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച ദിവസം എന്നും കൂടെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസം കൂടെ ആയിരുന്നു. പള്ളിയിൽ പോകുകയെന്ന് പറഞ്ഞതാണ് മെയിന്. പിന്നെ പിള്ളേർക്കും കൂടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാണ് ഞങ്ങളും പിന്നെ പോയത്. അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അത്രയും ഒരു ഭക്തിയോ ഒരു കാര്യങ്ങളോ അവർക്കില്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കില്ല. അവർക്കിങ്ങനെ എൻജോയ്മെൻ്റായിട്ട് നടക്കണം, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.